ഭരണകാലത്തെ ഇഷ്ടപ്പെട്ട വാക്ക് പരിചയപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ താൻ 8 യുദ്ധങ്ങൾ വിജയകരമായി അവസാനിപ്പിച്ചു എന്നതാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ച വാക്കെന്നും അതിനു കാരണമായ താരിഫുകൾ എന്ന പദമാണ് ഇഷ്ടപ്പെട്ട വാക്കെന്നും ട്രംപ് പറഞ്ഞു. രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭരണ നേട്ടങ്ങളെ വിവരിക്കുന്നിടെയായിരുന്നു ട്രംപിന്റെ തുറന്നുപറച്ചിൽ. കഴിഞ്ഞ 10 മാസത്തിനുള്ളിൽ താൻ 8 യുദ്ധങ്ങൾ വിജയകരമായി അവസാനിപ്പിച്ചതിന് കാരണം താരിഫുകളാണെന്ന് ട്രംപ് അവകാശപ്പെട്ടു. തന്റെ വ്യാപാര നയങ്ങൾ അമേരിക്കയിൽ വിലക്കയറ്റത്തിന് കാരണമാകുന്നുണ്ടെങ്കിലും കാനഡ, മെക്സിക്കോ, ബ്രസീൽ, ഇന്ത്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുള്ള താരിഫുകൾ യുഎസിന്റെ സമ്പദ് വ്യവസ്ഥയെ സഹായിച്ചുവെന്ന് ട്രംപ് പറഞ്ഞു. താരിഫുകൾ കാരണം ആരും പ്രതീക്ഷിക്കാത്തത്ര പണം നേടാൻ അമേരിക്കയ്ക്ക് സാധിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ ആണവ ഭീഷണി ഇല്ലാതാക്കിയെന്നും ഗാസയിലെ യുദ്ധം അവസാനിപ്പിച്ച് 3000 വർഷത്തിനിടെ ആദ്യമായി സമാധാനം കൊണ്ടുവന്നുവെന്നും ബന്ദികളെ മോചിപ്പിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടു. മെയ് മാസത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ സംഘർഷത്തിൽ വെടിനിർത്തൽ നടപ്പിലാക്കുവാൻ താരിഫ് ഭീഷണി ഉപയോഗിച്ചുവെന്ന് ട്രംപ് ആവർത്തിച്ച് അവകാശപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ത്യ ഈ അവകാശവാദത്തെ തള്ളിക്കളയുകയായിരുന്നു. കഴിഞ്ഞ മാസം റോയിട്ടേഴ്സ് അമേരിക്കയിൽ നടത്തിയ സർവേ അനുസരിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ സാമ്പത്തിക നടപടികളെ 33% അമേരിക്കൻ പൗരന്മാർ മാത്രമാണ് അംഗീകരിച്ചിരിക്കുന്നത്. നിലവിലെ സാമ്പത്തിക സാഹചര്യം അനുസരിച്ച് യാതൊരു വിശദീകരണവും നൽകാതെയുള്ള ട്രംപിന്റെ നടപടികൾ സാമ്പത്തിക വിദഗ്ധരിൽ നിന്നും പ്രതിഷേധമുയർത്തുന്നുണ്ട്. അതേസമയം യുഎസ് പൗരന്മാരുടെ ജീവിതത്തിന് ഭീഷണിയാകുന്നതിനാൽ 5 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് പൂർണ്ണ വിലക്കും 15 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. സിറിയ, ബുർക്കിന ഫാസോ, മാലി, നൈജർ, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്കും പാലസ്തീൻ അതോറിറ്റി നൽകുന്ന പാസ്പോർട്ട് ഉള്ളവർക്കും പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. നൈജീരിയയും സിംബാബ്വേയും അടക്കം 15 രാജ്യങ്ങൾക്ക് ഭാഗിക വിലക്കാണുള്ളത്. ഏഷ്യൻ രാജ്യമായ ലാവോസിൽ നിന്നുള്ളവർക്കും നിയന്ത്രണമുണ്ട്. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ, മ്യാൻമർ, ചാഡ്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഇക്വറ്റോറിയൽ ഗിനി, എറിട്രിയ, ഹെയ്ത്തി എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് കഴിഞ്ഞ ജൂണിൽ ഏർപ്പെടുത്തിയ പൂർണ്ണവിലക്ക് തുടരും. സിറിയയിൽ 2 നാഷണൽ ഗാർഡ് അംഗങ്ങൾ ഏതാനും ദിവസം മുൻപ് വെടിയേറ്റ് മരിച്ചിരുന്നു. ഡിസംബർ 1 വാഷിംഗ്ടണിൽ 2 നാഷണൽ ഗാർഡ് അംഗങ്ങളെ അഫ്ഗാൻ പൗരൻ വെടിവെക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ സംഭവങ്ങളാണ് ഇപ്പോഴത്തെ തീരുമാനത്തിന് കാരണം.